വിശുദ്ധ കുരിശിന്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. മിക്ക 6-ാം അധ്യായം ദൈവത്തിന്റെ ജനത്തോടുള്ള ന്യായവിധിയും അവന്റെ ആവശ്യങ്ങളും വ്യക്തമാക്കുന്നു. ദൈവം തന്റെ ജനത്തോട് ചോദിക്കുന്നു, ഞാൻ നിന്നോട് എന്തു ചെയ്തുവോ? ഞാൻ നിന്നെ മിസ്രയീമിൽ നിന്ന് വിടുതലാക്കി മോശയെയും അഹ്റോനെയും മിരിയാമിനെയും നിനക്ക് നൽകിയില്ലയോ? ജനങ്ങൾ ചോദിക്കുന്നു, ഞങ്ങൾ എന്തുകൊണ്ട് യഹോവയെ പ്രസാദിപ്പിക്കണം? ഹോമയാഗങ്ങളോ ആയിരക്കണക്കിന് ആട്ടിൻകുട്ടികളോ എണ്ണയുടെ നദികളോ? ദൈവം മറുപടി നൽകുന്നു, നീതിയായി പ്രവർത്തിക്കുക, കരുണയുണ്ടായിരിക്കുക, ദൈവത്തോട് വിനയത്തോടെ നടക്കുക. ഇതാണ് അവന്റെ ആവശ്യങ്ങൾ. എന്നാൽ ജനങ്ങൾ അനീതിയും വിഗ്രഹാരാധനയും തുടരുന്നു. അതിനാൽ ദൈവത്തിന്റെ ശിക്ഷ വരും. പ്രവാചകൻ വിലപിക്കുന്നു, വിശ്വസ്തനായ മനുഷ്യനില്ല, എല്ലാവരും രക്തത്തിനായി കാത്തിരിക്കുന്നു. മനുഷ്യ, നല്ലതെന്തെന്ന് അവിടുന്ന് നിനക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. നീതി പ്രവർത്തിക്കുക, കരുണ കാണിക്കുക, നിന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ വിനീതനായി ചരിക്കുക. ഇതല്ലാതെ മറ്റെന്താണ് കർത്താവ് നിന്നിൽ നിന്ന് ആവശ്യപ്പെടുന്നത്? മിക്ക 6-ാം അധ്യായം 8-ാം തിരുവചനം. മിക്ക പുസ്തകത്തിന്റെ അവസാന അധ്യായം വിലാപവും പ്രത്യാശയും നിറഞ്ഞതാണ്. പ്രവാചകൻ പറയുന്നു, വിശ്വസ്തനായ മനുഷ്യനില്ല, എല്ലാവരും രക്തത്തിനായി കാത്തിരിക്കുന്നു. നേതാക്കളും ഭരണാധികാരികളും അഴിമതിയിലും വഞ്ചനയിലും മുഴുകിയിരിക്കുന്നു. കുടുംബ ബന്ധങ്ങളും തകരാറിലായിരിക്കുന്നു. മകൻ പിതാവിനെ, പുത്രി മാതാവിനെ, മരുമകൾ അമ്മായിയമ്മയെ വിരോധിക്കുന്നു. എന്നാൽ പ്രവാചകൻ പ്രത്യാശയോടെ പറയുന്നു, ഞാൻ യഹോവയെ നോക്കും, എന്റെ രക്ഷകനായ ദൈവത്തെ കാത്തിരിക്കും. ദൈവഭക്തരായവർ ഭൂമുഖത്ത് നിന്ന് അപ്രത്യക്ഷരായിരിക്കുന്നു. മനുഷ്യരുടെ ഇടയിൽ സത്യസന്ധരായി ആരുമില്ല. അവരെല്ലാം രക്തത്തിനു വേണ്ടി പതിയിരിക്കുന്നു. ഓരോരുത്തരും സ്വസഹോദരനെ കൊടുക്കാൻ വലവിരിക്കുന്നു. 7-ാം അധ്യായം 2-ാം തിരുവചനം. എന്നാൽ ഞാൻ കർത്താവിലേക്ക് കണ്ണുകൾ ഉയർത്തും, എന്റെ രക്ഷകനായ ദൈവത്തിനു വേണ്ടി ഞാൻ കാത്തിരിക്കും. എന്റെ ദൈവം എന്റെ പ്രാർത്ഥന കേൾക്കും. 7-ാം അധ്യായം 7-ാം തിരുവചനം. അവിടുന്ന് വീണ്ടും നമ്മോട് കാരുണ്യം കാണിക്കും. നമ്മുടെ അകൃത്യങ്ങളെ അവിടുന്ന് ചവിട്ടിമെതിക്കും. ആഴിയുടെ അഗാധങ്ങളിലേക്ക് നമ്മുടെ പാപങ്ങളെ അവിടുന്ന് തൂത്തെറിയും. 7-ാം അധ്യായം 19-ാം തിരുവചനം. മിക്ക പ്രവാചകന്റെ പുസ്തകം ഇവിടെ പൂർണ്ണമാകുന്നു. പരിശുദ്ധാത്മാവെ, തിരുവചനത്തിന്റെ അനന്തശക്തിയാൽ ആത്മാവിന്റെ ബലങ്ങളും ദാനങ്ങളും നൽകി തീക്ഷ്ണതയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ആമേൻ.